കണ്ട ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കഴിയുമ്പോൾ അവിടെ നിന്ന് പുക പോകണം. നോക്കിയാൽ അങ്ങനെ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ കരിമ്പ് ഉണ്ടാവും. ഈ കരിമ്പ് ആ മിശ്രത്തിൽ കെട്ടി ജ്യൂസായിട്ട് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി. കരിമ്പ് എവിടെ നിന്ന് വരുന്ന? ഇവിടെ തന്നെയുള്ള കരിമ്പോ? ഇവിടെ തന്നെയുള്ള കരിമ്പാണ് കേട്ടോ. പിന്നെ കരിമ്പൊക്കെ ഇഷ്ടംപോലെ കരിമ്പുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജ്യൂസായതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ ജ്യൂസ് അടിക്കാണ്ടില്ലേ എന്നാ മിഷനില്ലേ, അതിന്ന് അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ആ ജ്യൂസ് ഇതിൽ കൂടി വന്നിട്ട് ഈ ടാങ്കിലേക്ക് വരും. ടാങ്കിൽ വന്നിട്ട് അതിന് അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഈ വലിയൊരു ചട്ടി ഇതിനെന്തായിട്ടോ പറയണത്? എന്ന് പറഞ്ഞ ഈ പാത്രത്തിന് എന്നാ പറഞ്ഞത്? കൊപ്ര. നമ്മുടെ നാട്ടിൽ കൊപ്ര എന്ന് പറയുന്ന മനസ്സിലായില്ലേ, തേങ്ങയൊക്കെ ഉണക്കിയിട്ട് വരുന്നതാണ് കൊപ്ര. അപ്പോൾ ഇതിനും കൊപ്ര എന്ന് തന്നെ ഒരു പേര് വരുന്നത്. അപ്പോൾ ചേട്ടനത് ഈ കരിമ്പിൻ്റെ വേസ്റ്റ് തന്നെയിട്ടല്ല കത്തിക്കണത്, ഇത് തന്നെയിട്ട് തീ പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇതെന്തോരം സമയം എടുക്കും ഇത് റെഡി ആവാനായിട്ട്? 3 മണിക്കൂർ. അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് നിറച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് അവർ തീ കത്തിക്കത്തുള്ളൂ. പേരെന്താ? ഈശ്വരി. ഈശ്വരി ചേച്ചി ഇവിടെ തന്നെ വീട്? താഴെ ഉണ്ട്. ഒത്തിരി വെച്ചേ പറഞ്ഞു. അപ്പോൾ ഇതിൽ വന്നിട്ട് ജ്യൂസ് വരും. ആ കറുത്ത മിഷനിലോട്ട് കറുമ്പൂർത്ത് അടിക്കും. കറുമ്പൂർത്ത് ഈ ഓസിലോട്ട് അങ്ങോട്ട് പോകും. ആ ഡ്രമ്മ് നിറയും. ആ ഡ്രമ്മ് നിറഞ്ഞിട്ട് 1000 ലിറ്ററാണ് ഡ്രമ്മ്. 1000 ലിറ്റർ. അത് ഡ്രമ്മ് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒഴിക്കും. ഒഴിച്ച് ഇതിനെ ചൂടാക്കി കുരുക്കി ഒരു പായസം പോലെ വരുന്ന സമയത്ത് ഒരു ട്രേ ഉണ്ട്. ആ ട്രേയും വെച്ച് ഇവിടെ ഈ വാൽവ് തുറന്നിടും. ട്രേ അത് തുറന്നു വിടും അല്ലേ? വരുന്ന സമയത്താണ് പായസം പോലെ ആകുമ്പോഴേക്കല്ലേ, ആ കട്ടിയാകുമ്പോൾ കുറച്ച് കട്ടിയാകുമ്പോൾ അല്ലേ? അത് അതൊരു 3.5 മണിക്കൂർ തിളപ്പിക്കണം. അല്ല ഇത് 3.5 മണിക്കൂർ തിളപ്പിക്കണത്. അതിനുശേഷം എന്നിട്ട് ഈ ഇതിലേക്ക് ഇടുവോ? ഇതിലേക്ക് പിന്നെ ഇതിലൊന്ന് 1/2 മണിക്കൂർ, മൊത്തത്തിൽ 4 മണിക്കൂർ. 4 മണിക്കൂർ. അതിന് ആ ട്രൈ വെച്ച് തുറന്നിട്ട് അങ്ങോട്ട് വരും. അത് കേട്ടത് അതിനത് ഉണ്ടയാണെങ്കിൽ ഉണ്ട്, പൊടിയാണെങ്കിൽ പൊടി. സ്പൈസസ് ചുക്ക് ഇതൊക്കെ ഇടുമ്പോ ഇതിൽ വെച്ചാണ് ആടുന്നത്. അടിയാണല്ലേ? അത് കേട്ടെന്താണ്? എന്നിട്ട് പൊടിയാണെങ്കിൽ പൊടിയാക്കി ചാക്കിലാക്കും, അല്ലെങ്കിൽ കട്ടണെങ്കിൽ കട്ടയാക്കി ചാക്കിലാക്കി 1 മണിക്കൂർ ഉണങ്ങിയാൽ മതി. എന്തായാലും 5-6 മണിക്കൂറത്തെ പരിപാടി ഉണ്ടെന്നോ അല്ലേ? 5 മണിക്കൂറാവും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട് ഇതല്ലേ? പിന്നെ മാസം അങ്ങനെയൊന്നുമില്ല? എല്ലാ ദിവസവും ഉണ്ടോ? അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് മറയൂർ ശർക്കര കിട്ടും അല്ലേ? പ്യൂർ ശർക്കര. ഇവിടെ ഇപ്പോൾ മൊത്തത്തിലായിട്ട് ചില്ലറയായിട്ടൊക്കെ കൊടുക്കൂല്ലേ? ഇതാണ് അതിന്റെ പൊടി അല്ലേ? അത് എത്രയുണ്ട്? അല്ല അത് എത്രയുണ്ട്? അതൊന്ന് കാണിച്ചേ. ഇതെത്രയുണ്ട്? 1 കിലോ 120 ശർക്കരപ്പൊടി, മറയൂർ ശർക്കരപ്പൊടി. കട്ടിയാണെങ്കിൽ ഇതാണ്. ഇത് ഒരു കേട്ട 80. അപ്പോൾ നമ്മുടെ ഈ സംഭവം അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തീയിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ചെറിയൊരു അനക്കം വരുന്നുണ്ടല്ലേ? തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെ ആളുകൾ വാങ്ങിക്കാനൊക്കെ നിലവിൽ വരുന്നുണ്ട്. കണ്ട ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇതൊരു റെഡി ആയിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ഇവിടുത്തെ. അത് കഴിയുമ്പോഴേക്കും അവിടെ വന്നിട്ട് ഏകദേശം 4-5 മണിക്കൂറത്തെ പരിപാടിയാണ് ഇത് നമ്മുടെ മറയൂർ ശർക്കര ആയി വരാനായിട്ട്. എന്തായാലും നല്ല ശുദ്ധമായ ശർക്കരയാണ്. ഒത്തിരി ആളുകൾ ഇത് അന്വേഷിക്കുന്നുണ്ട് മറയൂർ ശർക്കര. അപ്പോൾ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയ കേട്ടോ. നമ്മൾ ഈ വെട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ കയറിയത്. ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നമ്പർ ഇട്ടേക്കാം, ഇവരെ വിളിച്ചാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് കറക്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ പല ആൾക്കാർ ചോദിച്ചുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത്, കാരണം ശർക്കര കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ ശർക്കര മേടിക്കണ്ടേ? ഇതണ്ട അവിടെ അത് നമ്മളെ കത്തിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പുക പോകണം. നോക്കിയേ,
നല്ല സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മേക്കിംഗ് ലൈവ് വ്യൂ എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് ഫ്രീ ആട്ടോ ഇവിടെ. നമുക്കിത് കാണാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെ ഫുള്ള് കാണിച്ചതാണ്. നമ്മൾ കയറിയ ഷോപ്പ് ഇതാണ്. ഈ കാണുന്നതാണ് നമ്മൾ കയറിയ ഷോപ്പ് കേട്ടോ. കരിമ്പല്ലേ? അതെ ഈ കാണുന്നണ്ട വളർന്നു വന്ന ചെറിയ തൈകൾ, ഇതൊക്കെ കരിമ്പാണ് കേട്ടോ. അവർ അതിൽ ഉപയോഗിക്കുന്ന കരിമ്പുകളെല്ലാം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പുകളാണ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. അതുപോലെ സംഭവം ചെറിയ കടകളും കാര്യങ്ങളുണ്ട്. ഇതുണ്ട്, ഇപ്പുറത്തും ഉണ്ട് അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ സ്ഥലം ഒരു രക്ഷയുടെ അടിപൊളി നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഗുണപ്പെടട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ചിന്നാർ മരത്തിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.